ഉമ്മമാരോട് ഞാൻ പറയുന്നു, എന്തെങ്കിലും ഒരു അബദ്ധം ഒരു ഉസ്താദിനെ കുറിച്ച് നമ്മൾ കേട്ടാൽ, ഒരു ഗുരുവിനെ കുറിച്ച് കേട്ടാൽ, ആ കുട്ടിയുടെ മുന്നിൽ നിന്ന് ഒരിക്കലും ഉസ്താദിനെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. കുറ്റയുണ്ടെങ്കിൽ നിങ്ങൾ മദ്രസയിൽ നിന്ന് പിരിച്ചു വിട്ടോളൂ, എന്നാലും തരക്കേടില്ല. ഉസ്താദുമാരെ കുറിച്ച് അല്ലെങ്കിൽ സ്കൂളിലുള്ള അധ്യാപകനെ കുറിച്ചാണെങ്കിലും പഠിപ്പിക്കുന്ന ആളെ കുറിച്ച് ഒരിക്കലും ആദരവല്ലാത്തത് പറയരുത്. അപ്പൊ ഉസ്താദേ, ഞങ്ങൾ എല്ലാറ്റിനും അവരാ തെറ്റ് ചെയ്യുന്ന ആളെ അനുകൂലിക്കുകയാണോ വേണ്ടത്? അല്ല. അനുകൂലമെന്ന് പറഞ്ഞാൽ എന്താണ്? അനുകൂലമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തോളൂ, അതൊന്നും പ്രശ്നമല്ലെന്ന് പറയലാണ്. ഇതെന്തിനാണ്? ഖുംലിൽ മുഅല്ലിമി വഖിഹി തബ്ദീല കാദൽ മുഅല്ലിമു അൻ യകൂന റസൂലാ. തെറ്റ് ചെയ്യാത്തത് ലോകത്ത് ഒരു നേതാവേ ഉള്ളൂ, അത് ഏറ്റവും പരിപൂർണമായ നേതാവ്. അതാണ് അശ്ശഖ്സുൽ കാമിൽ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മറ്റാരാണ് തെറ്റില്ലാത്തത്? ഒരു ഗുണമുണ്ടെങ്കിൽ മറ്റൊരു ഗുണം ഒരു രക്ഷിതാവിനുണ്ടാകൂല. ഒരു ഗുണമുണ്ടെങ്കിൽ മറ്റൊരു ഗുണം ഒരു ഉസ്താദിനുണ്ടാകൂല, ഒരു ഉമ്മക്ക് ഉണ്ടാകൂല, ഒരു ഭാര്യക്ക് ഉണ്ടാകൂല. ചിലര് പറയും, അതാ അപ്പുറത്തെ വീട്ടിലെ ഭാര്യ നല്ലതാണ്, പക്ഷേ എന്റെ ഭാര്യ മോശമാണ്. ഏതോ ഒരു വിഷയത്തിലാണ് ആ പറയുന്നത്. എന്നാൽ നിന്റെ ഭാര്യക്കുള്ള പല ഗുണങ്ങളും അപ്പുറത്തെ വീട്ടിലുള്ള പെണ്ണിനില്ല. അപ്പുറത്തെ വീട്ടിലുള്ള പെണ്ണിന് ഇല്ലാത്ത ഒരുപാട് ഗുണങ്ങൾ നിന്റെ ഭാര്യക്കുണ്ട്. ഇതേപോലെയാണ്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ ലോകത്ത് എല്ലാവരിലും സംഭവിക്കും. നമ്മൾ ചിന്തിക്കേണ്ടത്, ഉമ്മമാർ വാപ്പമാരുടെ കുറ്റം മക്കളോട് പറയരുത്. ഉമ്മമാർ വാപ്പമാരുടെ കുറ്റങ്ങളും വാപ്പയുടെ ജ്യേഷ്ഠന്റെ അനുജന്റെ കുറ്റങ്ങളും മക്കളോട് പറയരുത്. പറയും, പണ്ട് എന്റെ ഉപ്പാന്റെ അനുജനോട് ഇങ്ങനെ ചെയ്തു, എന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ചെയ്തു, പറയരുത്. ആള് വളരെ മോശമാണ്, പറയരുത്. ആ ഒരു വാക്ക് കൊണ്ട് ഉപ്പയുടെ ജ്യേഷ്ഠനെ ഇനി മക്കള് ബഹുമാനിക്കൂല, അവരോട് ആദരവുണ്ടാകൂല. അതുകൊണ്ട് അങ്ങനെ സംസാരിക്കരുത്. മറിച്ച് എന്തേ വേണ്ടത്? ആദരവുള്ള വാക്കേ പറയാവൂ. എന്നാ നേരെ ഉമ്മാനെ കുറിച്ച് മക്കളോട് മോശം ഉപ്പ പറയരുത്. ഉമ്മാനെ കുറിച്ച് മക്കളോട് ചീത്ത പറയരുത്, കുറ്റം പറയരുത്. പറഞ്ഞു പോയാൽ ഉമ്മയോടുള്ള ബഹുമാനം നഷ്ടപ്പെട്ടു പോകും. ലോകം നിലനിൽക്കുന്നത് ബഹുമാനം കൊണ്ടാണ്. പോലീസുകാരെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്, ഇവിടുത്തെ നിയമത്തിനെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്, ലോകത്തിന്റെ സന്തുലിതാവസ്ഥ അതുകൊണ്ടാണ്. അതുകൊണ്ട് ബഹുമാനം നിലനിർത്തണം. മക്കളുടെ ഖൽബിൽ ഉസ്താദുമാരോട്, ജനങ്ങളോട്, വയസ്സ് മൂത്തവരോട്, ഉമ്മയോട്, വാപ്പയോട്, ഉസ്താദിനോട് ബഹുമാനം വേണം. ഖുംലിൽ മുഅല്ലിം. ഞാൻ ഇന്നൊരു വീട്ടിൽ പോയി, എൻ്റെ ഒരു ബന്ധു വീട്ടിലാണ്. സംഭവം ചെന്നപ്പോ ചെറിയ ഒരു 9-10 വയസ്സുള്ള ഒരു മകളാൻ തോന്നുന്നുണ്ട്. ഞാൻ അവിടെ കയറി ചെല്ലുമ്പോ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റില്ല. അപ്പൊ അവരുടെ ഉമ്മ, എനിക്ക് ബന്ധപ്പെട്ട ഒരു ഉമ്മയാണ്, മോളോട് പറഞ്ഞു എണീറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞു. എന്റെ മനസ്സിൽ വളരെ സന്തോഷം തോന്നി. എന്ത് എന്നെ കണ്ടപ്പോ എണീറ്റ് നിന്നിട്ടല്ല. ഞാൻ ഈ വേഷം കുടുംബത്തിലുള്ള ഒരാളാണെങ്കിലും ഈ വേഷവുമായി ചെന്നപ്പോൾ ഉസ്താദല്ലേ എണീറ്റ് നിൽക്കൂ എന്ന് കൊടുക്കുന്ന ഒരു വലിയ ട്രീറ്റ്മെന്റ്, അത് വല്ലാത്ത ഒരു സന്ദേശമാണ്. എന്തിന് എന്നെ എന്ത് ബഹുമാനിക്കാനാണ്? എന്നെ ബഹുമാനിക്കേണ്ട ഉമ്മയൊന്നല്ലത്, കാരണം നമ്മളെ ബന്ധത്തിലുള്ളതാണ്. പക്ഷേ അതാ കുട്ടിയോട് എണീറ്റ് നിൽക്കാൻ പറയുക എന്നത് മക്കളെ ഖൽബിൽ ഇൽമിനോട്, ഉസ്താദുമാരോട്, ആത്മീയതയോട്, അല്ലാഹുവിനോട്, അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനം പഠിപ്പിക്കലാണ്. ഖുംലിൽ മുഅല്ലിമി വഫീഹി തബ്ജീല. ഉസ്താദുമാരോട് പരിപൂർണമായ ആദരവുകൾ പഠിപ്പിക്കണം. എന്നാൽ ആരാണ് ഉസ്താദുമാർ? അവര് ചില്ലറക്കാരല്ല. കാദൽ മുഅല്ലിമു അയ്യകൂന റസൂലാ. ഉസ്താദ് എന്ന് പറഞ്ഞാൽ
യഥാർത്ഥത്തിൽ സഹാബത്തിന് റസൂലുള്ളാഹി തങ്ങളുള്ളത് പോലെ, അതുപോലെ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞാൽ അത്രയും അടുത്ത് അത്ര വലിയ ബഹുമാനം ശിഷ്യനും ഗുരുവും തമ്മിലുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ഉസ്താദുമാരെ നന്നായി ബഹുമാനിച്ചു കൊള്ളണം. ബഹുമാനിച്ചാൽ രക്ഷപ്പെടും. നിങ്ങൾ കണ്ടില്ലേ, ആ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനക്കയറ്റത്തിന് കാരണം അവിടുന്ന് ഒരു വലിയ മഹാനെ ആദരിച്ചതാണ്. ആദരവ് കൊണ്ട് വലിയ സ്ഥാനത്തെത്തും. നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് CM മഹാനവറുകളുടെ, CM മടവൂര് മഹാനവറുകളുടെ ആണ്ടിന്റെ ദിവസമാണിവിടെ. ഞാൻ പറയട്ടെ, മഹാനവറുകൾ എങ്ങനെയാണ് വലിയ സ്ഥാനത്തെത്തിയത്? പുലിമൊയ്തീൻ സാഹിബ് പള്ളിയിലേക്ക് വന്നപ്പോ അവിടുത്തെ ആദരിച്ചിരുത്തി വേണ്ടുന്ന ബഹുമാനം കൊടുത്തപ്പോ അവിടുന്ന് കൊടുത്ത ചെറിയൊരു അംഗീകാരമല്ലേ അവിടുത്തേക്ക് വലിയ സ്ഥാനം കിട്ടാൻ കാരണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ മക്കള് നന്നാകാൻ ആദരവുകൾ പഠിപ്പിക്കണം, ബഹുമാനങ്ങൾ പഠിപ്പിക്കണം. അതുപോലെ നമ്മളെ മക്കള് കൂട്ടുകൂടുന്നതും സാലിഹീങ്ങളുമായിട്ടാകണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിലുഹു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം. വളരെ 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 പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളെ നാട്ടിൽ മക്കള് ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ മക്കള് കളിക്കാൻ പോകുന്നത് എവിടെയാണ്? അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകാരൻ ആരാണ്? നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടി ആരെ കൂടെയാണ് പോകുന്നത്? അവൾ ഇടപഴകുന്നത് ആരുമായിട്ടാണ്? ഒറ്റ വാചകമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യന്റെ സംസ്കാരം അവൻ ഇടപെടുന്ന ആളുകളുടെ സംസ്കാരത്തിനനുസരിച്ചാ. അതുകൊണ്ട് രക്ഷിതാക്കളെ, നാട്ടിലുള്ള കാരണവന്മാരെ, പ്രധാനപ്പെട്ട ആളുകളോട് പറയാനുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം ഫല്യൻദുർ, നിരീക്ഷിച്ചു കൊള്ളണം. അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും നിരീക്ഷിക്കണം. മയ്യുഖാലിലു, ആരോടാണ് ഇടപഴകേണ്ടത്, ആരോടാണ് ഇടപഴകേണ്ടത്. ഇടപഴകിയാൽ ആത്മീയ ലോകത്തേക്ക് എത്തും. നല്ലവരോട് ഇടപഴകിയാൽ, നല്ലവരോട് ബന്ധപ്പെട്ടാൽ നന്നായി വളരും. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു, വാപ്പ റഷീദ് എന്നവർ രാജ്യം ഭരിക്കുകയാണ്. റഷീദ് എന്നവർ രാജ്യം ഭരിക്കുമ്പോ അതാ ഹാറൂൻ എന്ന് പറഞ്ഞ മകനുണ്ടല്ലോ, നല്ല തഖ്വയോടെ ജീവിക്കുന്ന ഒരു കാലമാണ്. കല്യാണത്തിന് പ്രായമായി, ഒരു കല്യാണം കഴിക്കണം. പക്ഷേ വാപ്പ അന്വേഷിക്കുന്ന കല്യാണം മകനത്ര രസിക്കുന്നില്ല. കാരണം രാജാവല്ലേ വാപ്പ, രാജാവല്ലേ വാപ്പ. വാപ്പ വലിയ സാമ്പത്തിക ഭദ്രതയൊക്കെ നോക്കുമല്ലോ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ഏറ്റവും വേണ്ടത് ദീനാണ്. അതുകൊണ്ട് തന്നെ ഹാറൂൻ റഷീദ് വലിയ ബുദ്ധിമാനാണ്. നാട്ടിലൊരു നല്ല തഖ്വയുള്ള പെണ്ണുണ്ടെന്ന് അറിഞ്ഞു. നല്ല സ്വകാര്യമായി അന്വേഷിച്ചു. പാവപ്പെട്ട പെണ്ണാണ്, സാമ്പത്തികമായൊരു കഴിവുമില്ല. ആ സാമ്പത്തികമായി ഒരു കഴിവുമില്ലാത്ത ഈ പെണ്ണിന് വാപ്പയറിയാതെ ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. സുബ്ഹാനല്ലാഹ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ പെണ്ണ് ഗർഭിണിയായി. കുറച്ച് ദിവസം കഴിയുമ്പോൾ വാപ്പ വിവരമറിഞ്ഞു. അറിഞ്ഞപ്പോ ഓടി ഭാര്യയുടെ അരികിൽ ചെന്നു. കയ്യിലുള്ളൊരു മോതിരമുണ്ട്, വിലപിടിപ്പുള്ള മോതിരമാണ്. കഴിച്ച് ഭാര്യ കയ്യിൽ കൊടുത്തു. കുറച്ച് രത്നങ്ങളും കയ്യിൽ വാരി കൊടുത്തിട്ട് പറഞ്ഞു, പെണ്ണേ, നീ എവിടെയെങ്കിലും പോയി ജീവിക്കണം തൽക്കാലം. ഞാൻ രാജാവായാൽ, ഉപ്പാന്റെ കാലശേഷൻ രാജാവ് ഞാനാണ്. ഞാനായാൽ നിന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. ഏകദേശം ഒരു 10-15 വർഷം കഴിഞ്ഞപ്പോഴാണ് ഹാറൂൻ റഷീദ് രാജാവായത്.
ആളെ അയച്ചു. എന്റെ നേരത്തെ ഉണ്ടായ ഭാര്യ എവിടെ? അവള് ഗർഭിണിയായ കുട്ടിയെവിടെ? കിട്ടി. തന്റെ ഭാര്യയെ സുബൈദ എന്ന് പറഞ്ഞ പെണ്ണിനെ കിട്ടുകയാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഇബ്നു കസീറിനെ പോലെയുള്ള ആളുകൾ അവിടുത്തെ കിതാബുകളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഹാറൂൻ റഷീദ് രാജാവിന്റെ ഭാര്യ വന്ന് നോക്കുമ്പോ നല്ലൊരു പൊന്നുമോനാണ് തന്റെ കൂടെയുള്ളത്. കുട്ടിയുടെ പേര് അഹ്മദ് എന്നാണ്. നല്ല സന്തോഷത്തോടെ സ്വീകരിച്ചു കൊട്ടാരത്തിലിരുത്തി. സുബൈദ വലിയ ബുദ്ധിയുള്ള പെണ്ണാണ്. ഇന്ന് നിങ്ങൾക്ക് പോയാൽ മക്കയിൽ കാണാം, മിനയുടെ താഴ്വാരത്ത് കൂടെ ഒരു വലിയ കനാൽ ഇങ്ങനെ പോകുന്നത്. ആ കനാൽ 1000 വർഷങ്ങൾക്ക് മുമ്പ് അതാ റഫയിലുള്ള ആളുകൾക്ക് വെള്ളമില്ലാതെ വിഷമിക്കുമ്പോ ഈ സുബൈദ എന്ന് പറയുന്ന പെണ്ണിന്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയതാണ്. ആ പെണ്ണിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ കനാലാണ് ഐനു സുബൈദ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കനാല്. ആ നിലക്ക് വലിയ ചിന്തകയായ, വലിയ ബുദ്ധിയുള്ള എന്നല്ല കൊർദോവ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ഉണ്ട്. ലോകത്താദ്യമായി ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ്. അതുണ്ടാക്കിയത് ഈ സുബൈദ എന്ന് പറഞ്ഞ പെണ്ണിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ വലിയ ബുദ്ധിയുള്ള, തഖ്വയുള്ള, ഈമാനുള്ള സുബൈദ എന്ന് പറഞ്ഞ പെണ്ണിനെ ഹാറൂൻ റഷീദ് കല്യാണം കഴിച്ചു. മക്ക നാട് വിടേണ്ടി വന്നു. 10-15 കൊല്ലം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു നോക്കുമ്പോ മകനുണ്ട് അഹ്മദ് എന്ന് പറയുന്നത്. നല്ല തഖ്വയുള്ള മോനാണ്. കാരണം ഈ പെണ്ണ് പോയി ജീവിച്ചത് നല്ല സൂഫിയാക്കളുടെ നാട്ടിലാണ്, നല്ല തഖ്വയുള്ളവരുടെ നാട്ടിലാണ്, ബുദ്ധിയുള്ള തഖ്വയുള്ള അല്ലാഹുവിനെ ഭയപ്പെടുന്നവരുടെ നാട്ടിലാണ്. ഈ മകനും അതുകൊണ്ട് തന്നെ നല്ല തഖ്വയിലും ഈമാനിലും അല്ലാഹുവിന്റെ പൊരുത്തത്തിലും എത്തിയിട്ടുണ്ട്. കൊട്ടാരത്തിൽ വന്ന മകൻ അവിടുന്ന് സൂഫിയാക്കളെ കൂടെ ജീവിച്ചത് കൊണ്ട് നല്ല അടിപൊളി ഡ്രസ്സൊന്നും ഇടാൻ തയ്യാറില്ല. എനിക്ക് അങ്ങനത്തെ ഡ്രസ്സൊന്നും വേണ്ട, ഞാൻ കീറിയതും ഇടും, മുഷിഞ്ഞതും ഇടും. കാരണം കൽബാണ് നന്നാവേണ്ടത്. വെറും പുറം നന്നാക്കിയിട്ട് എന്ത് കാര്യമാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അജിബ്തു ലിമൻ, ഞാൻ ചില മനുഷ്യന്മാരെ കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. അവര് നല്ല അടിച്ചുപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെയുണ്ട്, പക്ഷേ അവര് ശുദ്ധീകരിക്കുന്നത് ജനങ്ങൾ കാണുന്ന സ്ഥലമാണ്. ഖാലിഖായ റബ്ബിന്റെ മന്ദറായ ഖൽബ് അവര് ശുദ്ധീകരിക്കുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു എന്ന് പറഞ്ഞില്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അൽഹംദുലില്ലാഹ്, തങ്ങളവറുകൾ വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഇപ്പൊ നിർത്തും. എല്ലാ സ്ഥലത്തും എല്ലാവരും കയറിയിരിക്കുക. പുറത്തുള്ളവർക്ക് എങ്ങനെയെങ്കിലും സൗകര്യം ചെയ്തു കൊടുത്താൽ അവരും കൂടെ കയറിയിരുന്ന് ഈ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ വലിയ ബർക്കത്ത് കിട്ടും. അല്ലാഹു തആല നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ. ഞാൻ അധികം നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ദിക്റും ദുആയും നടക്കും. ഹാറൂൻ റഷീദ് രാജാവിന്റെ കൊട്ടാരത്തിൽ മകൻ അഹ്മദ് എന്ന് പറഞ്ഞ ആള് വരുന്നു. വന്ന് കീറിയ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് നടക്കുന്നത്. രാജാവിനോട് മന്ത്രിമാര് ചെന്നിട്ട് പറഞ്ഞു, രാജാവേ, ഇത് നമുക്ക് വലിയ പ്രശ്നല്ലേ? രാജാവിന്റെ മോന് കീറിയ ഡ്രസ്സും ധരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമല്ലേ? രാജാവ് വിളിച്ചു, ഉപദേശിച്ചു, മോനെ ഇങ്ങോട്ട് വരൂ. അതാ അഹ്മദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എന്നോടൊരു കാര്യം പറയാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോനൊരിക്കലും ഇങ്ങനെ കീറിയ വസ്ത്രമോ അഴുക്കുള്ള വസ്ത്രമോ ഇട്ട് നടക്കാൻ പാടില്ല. എന്താ കാരണം? ഞാൻ രാജാവാണ്. നിനക്ക് ഏത് ഡ്രസ് വേണമെങ്കിലും ധരിക്കാം. ഉപ്പ
ഉപ്പയോട് മറുപടി പറഞ്ഞു, ഉപ്പ എനിക്കതിനൊന്നും താല്പര്യമില്ല. ഓ എന്തൊരു മോനാണ്! അല്ലാഹുവിന്റെ മന്ദറായ എന്റെ ഖൽബ് പ്രകാശിപ്പിച്ച് ജീവിക്കണം. അതാ ഉപ്പ പറഞ്ഞു, നീ എന്നെ വഷളാക്കരുത്. ഉടനെ അതാ മകൻ മുകളിലേക്ക് നോക്കുമ്പോ ചെറിയൊരു പക്ഷി ഇങ്ങനെ കരയുന്നുണ്ട്. ആ പക്ഷിയെ വിളിച്ചിട്ട് ഉപ്പയുടെ മുന്നിൽ നിന്ന് പക്ഷിയോട് പറഞ്ഞു, പക്ഷി, അല്ലാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, നീ എന്റെ കയ്യിൽ ഒന്ന് വന്നിരിക്കൂ. الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് നല്ല വിശ്വാസത്തോടെ ഭൂമി ലോകത്തൊരാള് ജീവിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ലോകത്തുള്ള വസ്തുക്കളെയും അവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കും. അവർക്ക് അല്ലാഹു അംഗീകാരം കൊടുക്കും. ഈ അഹമ്മദ് എന്ന് പറഞ്ഞ ചെറിയ മോനെ ആ പക്ഷിയോട് എന്റെ കയ്യിലൊന്ന് വന്നിരിക്കൂ എന്ന് പറഞ്ഞപ്പോ പക്ഷി പാറി വന്ന് കയ്യിലെവിടെയിരുന്നു. പോകാൻ പറഞ്ഞപ്പോൾ പക്ഷി പോകുന്നു. ഉടനെ പറഞ്ഞു, ഉപ്പ നിങ്ങളൊന്ന് കൈ നീട്ടോ. ഉപ്പ കൈ നീട്ടിയിട്ട് പറഞ്ഞു, പക്ഷിയെ നീ ഒന്ന് വന്നിരിക്കൂ. ഉപ്പാന്റെ കയ്യിൽ പക്ഷിയിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷി ഇരിക്കാതിരുന്നപ്പോ ഉപ്പാന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, അല്ല ഉപ്പ, ഇതെന്താണ്? നിങ്ങൾ എന്നെ വഷളാക്കിയില്ലേ എന്ന് സൂചന കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഞാനിവിടെയില്ല. ഞാൻ പോകുന്നത് എവിടത്തേക്കാണ്? നേരത്തെ ഞാൻ ജീവിച്ചൊരു നാടുണ്ട്. ചരിത്രം സുദീർഘമാണ്. ഞാൻ ചരിത്രം പറഞ്ഞത് എന്തിനാണ്? നമ്മുടെ ഏത് സാഹചര്യങ്ങളാണെങ്കിലും നമ്മളെ മക്കളെ അല്ലാഹുവിലേക്ക് അടുക്കാൻ, തഖ്വയിലേക്ക് അടുക്കാൻ നമ്മളെ മക്കളെ നമ്മൾ ദീന് പഠിപ്പിച്ച് ആത്മീയമായി വളർത്തണം. ഭൗതികമായ 5ാം ക്ലാസ് കഴിയുമ്പോൾ എന്റെ മകന് ട്യൂഷന് പോകണം. മദ്രസ വിദ്യാഭ്യാസമില്ല. SLC കഴിഞ്ഞ് വിറ്റേന്നവനെ കേൾക്കുന്നത് കഞ്ചാവിന്റെ ഉടമയാണെന്നാണ്. അല്ലാഹ് നമ്മളെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? അവൻ അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിച്ച മക്കളും പേരിന് 10ാം ക്ലാസ് പഠിച്ചു. വീട്ടിൽ നിന്ന് ഉമ്മ നിസ്കരിപ്പിച്ചില്ല, വാപ്പ ശ്രദ്ധിച്ചില്ല. എന്നാൽ പറയട്ടെ, ആ ഒരു കാരണത്താൽ ചീത്തയായ കുട്ടികളോട് കൂടെ കൂടുമ്പോ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചില്ല. എന്നാൽ നമ്മളെ മക്കള് നശിച്ചു പോകും. ഈ അഹമ്മദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഒരു പേരുണ്ട്, അഹമ്മദ് സബ്തി എന്നാണ്. അഹമ്മദ് സബ്തി എന്നാണ് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കാണാം അവിടുത്തെ അൽ ബിദായത്ത് വന്നിഹായയിൽ. അഹമ്മദ് സബ്തി എന്നാണ് പേരുള്ളത്. എന്താ സബ്തി എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചക്കാരൻ അഹമ്മദ് എന്നാണ്. എന്താണ് ഈ അഹമ്മദ് സബ്തി എന്ന പേര് കിട്ടിയത്? മറ്റൊന്നുമല്ല, നാട് വിട്ടു രാജാവായ തന്റെ വാപ്പയുടെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി സാലിഹീങ്ങളെ കൂടെ പോയി ജീവിച്ചു. ഭക്ഷണം കഴിക്കണമല്ലോ, അതിന് ആഴ്ചയിൽ ഒരു ദിവസം ജോലി എടുക്കാൻ പോകുമ്പോ ജോലിക്കാര് വിളിച്ചാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞ സമയം മുഴുവൻ പണിയെടുക്കും. വെറുതെ നിൽക്കൂല, തരികിടയിൽ കളിക്കൂല. ചില പണിക്കാരൊക്കെ ഉണ്ട് 2 ദിവസത്തെ പണി 3 ദിവസമാക്കിയാൽ നമ്മക്ക് കൂലി കിട്ടുമല്ലോ എന്ന് ചിന്തിക്കുന്നത് പൊണ്ണത്തരമാണ്. കാരണം ബർക്കത്ത് കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിലേ അല്ലാഹു ബർക്കത്ത് തരുകയുള്ളൂ. മുതലാളിയെ പറ്റിച്ചിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ അങ്ങനെ അധ്വാനിക്കുന്നവന് ഒരിക്കലും അല്ലാഹു ബർക്കത്ത് കൊടുക്കൂല. ഒരു വയറുവേദന വന്നാൽ 5 ദിവസത്തെ പണി അങ്ങ് എടുത്ത കാശ് പോകൂലേ? ഇഖ്ലാസ് എല്ലാ വിഷയത്തിലും വേണം. ആരെയും പറ്റിക്കാൻ പറ്റില്ല, ഗവൺമെന്റിനെയും പറ്റിക്കാൻ പറ്റൂല. ഞാനിപ്പോ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. പറയട്ടെ, നമ്മൾ ഏതൊരു വിഷയത്തിലും നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തം ചിന്തിച്ചുകൊണ്ടേ പ്രവർത്തിക്കാവൂ. എന്നാലേ അല്ലാഹു ബർക്കത്ത് നൽകുകയുള്ളൂ. എന്നാലേ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുകയുള്ളൂ.
അഹ്മദ് സബ്തി ശനിയാഴ്ച മാത്രമേ പണിയെടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സബ്ത് എന്ന് അറബിയിൽ പറഞ്ഞാൽ ശനിയാഴ്ച എന്നാണ്. ശനിയാഴ്ചക്കാരൻ അഹ്മദ് എന്നാണ് ജനങ്ങൾ വിളിക്കുക. ഈ ചെറുപ്പക്കാരൻ വരുമ്പോ ഒരു മുതലാളി കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലേക്ക് പറഞ്ഞു, എന്താ പണിയേ? മണ്ണും കല്ലും ഉപയോഗിച്ച് പഠിക്കുന്ന പണിയാണ് അഹ്മദ് സബ്തിക്ക്. ഒരാള് കൂട്ടിക്കൊണ്ടുപോയി, മോനെ ഇതാണ് ഈ വലിയ മതിലാണ് കെട്ടാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ, ഓ ഞാൻ കെട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു. മുതലാളി വൈകുന്നേരം വന്ന് നോക്കുമ്പോ ഒരു 3 ആളെടുക്കുന്ന പണിയെടുത്തിട്ടുണ്ട്. രാവിലെ എത്ര കൂലി തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതാ ഇത്ര കൂലി എന്ന് പറഞ്ഞപ്പോ എനിക്ക് നിങ്ങൾ 6 ഒരു ദീനാറും ഒരു ദാനിക്കും തരണമെന്ന് പറഞ്ഞു. ദാനിക്കെന്ന് പറഞ്ഞാൽ 6-ൽ 1 അപ്പൊ ഒരു ദീനാർ 1.6 ദീനാർ തരണം. അതിനാ ഇത്ര പൈസ. എനിക്ക് ഒരു ദിവസം ജീവിക്കണമെങ്കിൽ ഒരു ദീനാറിന്റെ 6-ൽ 1 വേണം. അപ്പൊ ഒരു ദീനാർ കൊണ്ട് 6 ദിവസം ജീവിക്കാം, ഭക്ഷണം കഴിക്കാം. പിന്നെ ഒരു ദിവസത്തിനോ അത് 1/6 കൂടെ തരണം. എന്നാ ഞാൻ പണിയെടുക്കും. പക്ഷേ മുതലാളി വന്ന് നോക്കുമ്പോ 3 ആളെ പണിയെടുത്തിട്ടുണ്ട്. 2 ദീനാർ എടുത്ത് മുതലാളി സ്നേഹത്തോടെ കൊടുത്തു. മുതലാളിയോട് അഹ്മദ് സബ്തി പറഞ്ഞു, എനിക്ക് വേണ്ട. കാരണം എന്താണ്? നിങ്ങളോട് പറഞ്ഞതേ വേണ്ടു. ഞാൻ പറഞ്ഞ പണിയെ പറഞ്ഞ സമയം വരെ എടുത്തിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്, വലിയ സംഭവമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. വളരെ വലിയ തഖ്വയോടെ അഹ്മദ് സബ്തി ജീവിച്ചു. എന്റെ മുഅ്മിനീങ്ങളെ, നമ്മളെ മക്കൾ നന്നാകാൻ വഖാലിത്തിസ് സുലഹാ നിൽത സ്വലാഹ ബിഹിം ലിഅന്നഹും ഫീ വുജൂഹിൽ അർളി യഖ്മാറൂ മാഉൽ കനീഫി ഇദാ മസാല മുഖ്തലിതാ ബിമാഇ നഹരിൻ ഫസാലത് മിൻഹു അഖ്ദാറൂ. മക്കള് നന്നാകണോ? കൂട്ടുകൂടുന്നത് സാലിഹീങ്ങളാകണം കേട്ടോ. നമ്മൾ മറ്റൊരു കാര്യവും ചിന്തിച്ചിട്ട് അതാ വേറെ ആളോട്, നീ പണക്കാരന്റെ മകനോട് കൂട്ടുകൂടിക്കോ, അല്ലെങ്കിൽ 4 രാഷ്ട്രീയക്കാരനോട് കൂട്ടുകൂടിക്കോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിലുള്ളവനോട് കൂട്ടുകൂടിക്കോ എന്ന് പറഞ്ഞ് തഖ്വയോടെ ജീവിക്കുന്നവരുടെ കൂടെ നടക്കുമ്പോ നമ്മൾ പിന്തിരിപ്പിക്കരുത്. പിന്തിരിപ്പിച്ചാൽ അത് മനുഷ്യനെ നശീകരണത്തിലേക്ക് എത്തിക്കും. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ നന്നായി പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫല്യൻദുർ അഹദുകും മൻ യുഖാലിലു. നമ്മളെ കൂട്ടുകാരായിട്ട് നമ്മുടെ മക്കൾ ആരെയാണ് ഇടപഴകുന്നത് ചിന്തിച്ചു കൊള്ളണം. നമ്മളെ മക്കൾ നന്നാകണം. ഉമ്മമാരോട് പറയട്ടെ, സുന്നത്ത് ജീവിതത്തിൽ നന്നായി പഠിപ്പിക്കണം. നമ്മളെ മക്കളെ സുന്നത്ത് നന്നായി പഠിപ്പിക്കണം. അതിന് മക്കളെ നന്നായി ഉപദേശിക്കണം. പക്ഷേ പല മക്കളും നശിച്ചു പോകുന്നതിന്റെ ഒരു കാരണം എന്താണ്? ഉമ്മമാര് ചീത്ത പറയുന്ന സ്വഭാവമാണ്. പറ്റൂല. ഖുർആനിലുള്ളത് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. നല്ല നിലയ്ക്ക് മക്കളോട് പോലും ഉപദേശിക്കാവൂ എന്ന് സൂറത്തുൻ നഹ്ലിലെ 125-ാമത്തെ സൂക്തത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്. കടുംപിടുത്തം പറ്റൂല. ചില ഉമ്മമാരുണ്ട്, വാപ്പമാരോട് മക്കളെ സ്നേഹിക്കാത്തവർ. ഞാൻ ചോദിക്കട്ടെ, തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കാത്തവരില്ലേ? സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു സംസ്കാരമാ! ഞാൻ എൻ്റെ മോമിനീങ്ങളോട് പറയട്ടെ, അരികിലേക്ക് വിളിച്ചിട്ട് മക്കളെ അരികിലിരുത്തിയിട്ട് മക്കളോട് സ്നേഹത്തോടെ സംസാരിച്ചില്ലെങ്കിൽ നമ്മളെ മക്കൾ നന്നാകുമോ? ഏറ്റവും വലിയ സംസ്കാരം പഠിപ്പിച്ച നേതാവ് അല്ലാഹുവിന്റെ ഹബീബല്ലേ. ഇന്നക ലഅലാ ഖുലുഖിൻ നദീം. ഓ നബിയേ,
തങ്ങള് വല്ലാത്തൊരു സംസ്കാരത്തിന്റെ ഉടമയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വരുമ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീറ്റ് നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ഇരിക്കല്ല, മോനത വരുന്നു, എണീറ്റ് നിന്ന് മകന്റെ അരികിലേക്ക് ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ സ്വഭാവം അവിടുന്ന് കൈ കൊടുക്കുന്നു. ഫാത്തിമ മോള് കൈ നീട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, അരികിൽ ഇരുത്തുന്നു. അപ്പോഴല്ലേ അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മക്കളായ ഹസൻ മക്കളുടെ മകളുടെ മക്കളായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് ചുംബിക്കുമ്പോ അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിയേ, എനിക്ക് 10 മക്കളുണ്ടായിട്ട് ഞാൻ ഒന്നിനെ പോലും പിടിച്ച് ചുംബിക്കാറില്ലെന്ന് പറഞ്ഞപ്പോ, ഉമ്മ കൊടുക്കാറില്ലെന്ന് പറഞ്ഞപ്പോ, ലാ യർഹമില്ലാഹ് മല്ലാ യർഹമിന്നാസ്, മക്കളോട് കുറെ പൈസ കൊടുക്കലല്ല, കുറെ ഭക്ഷണം വാങ്ങിക്കൊടുക്കലല്ല, കുറെ ഡ്രസ് വാങ്ങിക്കൊടുക്കലല്ല, മറിച്ച് മക്കളോട് സ്നേഹം കാണിക്കണം. ഇഷ്ടം സ്നേഹം അത് രണ്ടും രണ്ടാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിർത്തുന്നു. ഇഷ്ടവും സ്നേഹവും അത് രണ്ടാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ വെക്കുന്ന ഒന്നാണ്. സ്നേഹമെന്ന് പറഞ്ഞാൽ അത് പ്രകൃതിപരമായി പ്രകടിപ്പിക്കേണ്ടതൊന്നാണ്. മക്കളോട് നമ്മൾ വേണ്ടത് സ്നേഹമാണ്, ഭാര്യയോട് വേണ്ടത് സ്നേഹമാണ്. അത് ഇഷ്ടം മാത്രം. എനിക്ക് മക്കളോട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഞാൻ നല്ല സിംഹക്കുട്ടീനെ പോലെയാണ് നിൽക്കാറുള്ളത്. അത് ശരിയല്ല, ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെതിരാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് സ്നേഹപ്രകടനമാണ്, സ്നേഹപ്രകടനം നടത്തലാണ്. ഇന്ന് നമ്മളെ ഉമ്മാന്റെ സ്നേഹപ്രകടനം എങ്ങനെയാണ്? മക്കള് കരയുമ്പോ അതാ വേഗം എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ എടുത്തിട്ട് കയ്യിലങ്ങൾക്ക് ഇത് കണ്ടോ? സുബ്ഹാനല്ലാഹ്, അത് നല്ല സംസ്കാരമേ അല്ല. അത് നമ്മളെ പഠിപ്പിക്കേണ്ട, നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ട സംസ്കാരമേ അല്ല. മറിച്ച് നമ്മൾ വേണ്ടത് ഇസ്ലാമിക സംസ്കാരം പഠിപ്പിക്കലാണ്, ഇസ്ലാമികമായി വളരാനുള്ള വിഷയങ്ങൾ പഠിപ്പിക്കലാണ്. ആ ഒരു രൂപത്തിൽ നമ്മൾ നന്നായി നമ്മളെ മക്കളെ വളർത്തണം. പ്രത്യേകിച്ച് പറയട്ടെ, നമ്മളെ മക്കൾ ഹലാല് തിന്നണമല്ലാതെ മക്കള് രക്ഷപ്പെടൂല. അന്യന്റത് തട്ടിപ്പറിച്ച് വഞ്ചനയിലൂടെ കട്ട് മുടിച്ച് നമ്മളെ മക്കളെ നന്നാക്കി സന്തോഷിപ്പിച്ചാൽ മക്കള് നന്നാകൂല. നിങ്ങൾ കണ്ടില്ലേ, വിശന്നുകൊണ്ട് നിൽക്കുന്ന ഹസൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടില് ഒരുപാട് കാരക്ക കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മോനെ മെല്ലെ പോയി ഒരു കാരക്ക ഇങ്ങെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ തിന്നല്ല കേട്ടോ, തിന്നല്ല കേട്ടോ, അത് സകാത്തിന്റെ കാരക്കയാണ്. ആലു മുഹമ്മദിന്റെ കുടുംബത്തിന് സകാത്തിന്റെ വിഹിതം പറ്റൂല, സകാത്തിന്റെ വിഹിതം തങ്ങന്മാർക്ക് പറ്റൂല. അവർക്ക് ഹദിയയാണ് കൊടുക്കേണ്ടത്. അത് നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്ന മറ്റൊരു മസലയാണ്. റമദാനിൽ തങ്ങന്മാർക്ക് നമ്മൾ പൈസ കൊടുക്കും, കൊടുത്തോളൂ, നല്ലവണ്ണം കൊടുക്കണം. ഒരുപാട് പാവപ്പെട്ട തങ്ങന്മാരുണ്ട്. നമ്മളെ ഹബീബായ മുത്തുനബി തങ്ങളുടെ കുടുംബം ഇവിടെ വിഷമിക്കരുത്. അതാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞില്ലേ, ഉർഖുറു മുഹമ്മദൻ ഫീ ആലി, മുത്തുനബിയെ കിട്ടാനുള്ള വഴി തങ്ങന്മാരെ നിങ്ങൾ ആദരിക്കലാണ്. പക്ഷേ തങ്ങന്മാർക്ക് സകാത്തിന്റെ പൈസ കൊടുക്കാൻ പറ്റൂല. തങ്ങന്മാർക്ക് ഹദിയയാണ് കൊടുക്കേണ്ടത്, ഹദിയയാണ് കൊടുക്കേണ്ടത്. സകാത്തിന്റെ സമ്പത്ത് വീട്ടിലുണ്ടായിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു പോയിട്ട് അതിൽ നിന്ന് ഒന്ന് എടുത്തപ്പോ മഹാനായ മുത്തുനബി തങ്ങൾ പറഞ്ഞു, എടുക്കല്ല പോലെ, എടുക്കല്ല. നമ്മളെ മക്കള് നന്നാകാൻ മദ്രസയിൽ പറഞ്ഞേക്കണം, നമ്മൾ ട്യൂഷന് പറഞ്ഞേക്കാം,
പറഞ്ഞേക്കാൻ വേണ്ടി മദ്രസ 5ാം ക്ലാസ്സിൽ നിന്ന് കട്ട് ചെയ്യരുത്, 6ാം ക്ലാസ്സിൽ നിന്ന് കട്ട് ചെയ്യരുത്. അവര് പഠിക്കട്ടെ, 10 വരെ പഠിക്കട്ടെ, +1 പഠിക്കട്ടെ. വീട്ടിലുള്ള ഉമ്മമാരവര് പഠിക്കുന്ന പുസ്തകങ്ങളിൽ എന്തൊക്കെയാണോ പറയുന്നത് മഗ്‌രിബിന്റെ ശേഷം ഇരുന്ന് കേട്ട് നമ്മളും പഠിക്കണം. എന്നിട്ട് വീട് ഇസ്ലാമിക അന്തരീക്ഷങ്ങളാകണം. അങ്ങനെ നല്ല സംസ്കാരങ്ങൾ വളരണം, നല്ല തഖ്വയുള്ളവർ വളരണം. അതിന് നമ്മളെ മക്കളെ നന്നായി ശ്രദ്ധിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഇൽമ് നന്നായി പഠിപ്പിക്കണം. നിങ്ങൾ കണ്ടോ, ഇൽമിന്റെ ബഹുമാനം വലുതാണ്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഇൽമിന്റെ ബഹുമാനം വലുതാണ്. ഉമ്മമാരെ, മക്കള് വായിക്കുമ്പോ അത് കേട്ട് നമ്മളൊന്ന് ഇരുന്ന് കൊടുക്കണം. മക്കളതാ ഉസ്താദുമാര് കൊടുത്ത നോട്ട് നമ്മളൊന്ന് വായിച്ച് നോക്കണം. ഉപ്പമാരെ, ഇൽമ നമ്മൾ പഠിക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മിനൽ മഹ്ദി ഇലൽ ലഹ്ദി, ഉമ്മയുടെ മുലപ്പാല് കുടിക്കുന്നത് മുതൽ, തൊട്ടില് മുതൽ ഖബറെത്തുന്നത് വരെ, മയ്യത്ത് കട്ടില് വരെ എന്തെങ്കിലും ഇൽമ കിട്ടും അത് പഠിച്ചേക്കണേ. നിങ്ങൾ കണ്ടില്ലേ, മഹാനായ അബൂ യൂസുഫ് യഅ്ഖൂബുൽ അൻസാരി എന്ന് പറഞ്ഞ വലിയ മഹാന് ഇബ്രാഹിമുൽ ജറാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം കാണാം. അബ്ദുൽ മലിക്കുൽ ഖാസിം റഹിമഹുല്ലാഹ് അവിടുത്തെ ഐന നഹ്നു മിൻ ഹൗലാ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. നമ്മൾ വയല് കേട്ടാൽ മുതല്ലിമ പറയുമ്പോ നമ്മൾ പഠിക്കൂല, നമ്മളെ മക്കള് മദ്രസയിൽ അത്രയൊക്കെ പഠിച്ചാ മതി എന്ന ചിന്തയിലങ്ങ് വിട്ടുകളയുകയാണ്. നമ്മളും പഠിക്കൂല. ഇൽമ വലുതാണ്, അതിന്റെ കൂലി വലുതാണ്. നമ്മളെ മക്കളെ നമ്മൾ കഴിവിന്റെ പരമാവധി മതപരമായ അറിവും കൂടെ പഠിപ്പിക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ജറാഹുൽ കൂഫി റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്, രോഗിയായി ഞാൻ മഹാനവറുകളെ കാണാൻ ചെന്നു. അപ്പ മഹാനവറുകൾ ബോധം കെട്ട് കിടക്കാട്. അബൂ യൂസുഫ് തങ്ങൾ ബോധം കെട്ട് കിടക്കാട്. കുറച്ച് കഴിയുമ്പോ കണ്ണിങ് തുറന്നു. കണ്ണ് തുറന്നപ്പോൾ എന്നോടൊരു വേഗം ചോദിക്കുന്നത്, യാ ഇബ്രാഹിം മാ തഖൂലു ഫീ മസ്അല, ഇന്നൊരു മസ്അല. അതെപ്പോഴാണ്, അതായത് ജംറകൾ എറിയേണ്ട ഹജ്ജിന്റെ ഒരു മസ്അലയാണ് ചോദിച്ചത്. അത് എങ്ങനെ എറിയലാണ് അഫ്ളൽ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഇബ്രാഹിമുൽ ജറാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചോദിച്ചു ഫീ മിസ്ലി ഹാദിഹിൽ ലഹലാ, നിങ്ങൾക്ക് അസുഖമാണ്, ഡോക്ടർമാരൊക്കെ എല്ലാ പിടുത്തവും വിട്ട ഈ സമയത്ത് നിങ്ങൾ മരിക്കാൻ നോക്കുമ്പോ ഒരു മസ്അല ചർച്ച ചെയ്യുകയാണോ, ഇൽമ ചർച്ച ചെയ്യുകയാണോ? ആ സമയത്ത് മഹാനായ അബൂ യൂസുഫ് യഅ്ഖൂബുൽ അൻസാരി തങ്ങൾ പറഞ്ഞ വാചകം നമ്മൾ നന്നായി ചിന്തിക്കണം. മോനെ ഇബ്രാഹിമേ, വലാ ബഅസ ബിദാലിക്, അതല്ലേ വേണ്ടത്. കാരണം നുദർരിസു ലഅല്ലഹു യൻജു ബിഹി നാജ്, നമ്മളൊരു ഇൽമ ചർച്ച ചെയ്തൊരു മസ്അല പഠിച്ച് അതൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ, അതുവഴി ഒരാൾ രക്ഷപ്പെട്ടാൽ നമ്മള് സലാമത്തായില്ലേ, ആഖിറത്തിൽ രക്ഷപ്പെട്ടില്ലേ, വിജയിച്ചില്ലേ. നമ്മൾ ഇൽമ പഠിക്കണം, ഇൽമ പഠിപ്പിക്കണം, മദ്രസ നടത്തണം, അതിന് സഹായിക്കണം. അതിനു വേണ്ടി നമ്മൾ നന്നായി സഹകരിക്കണം. ഒരു കുട്ടി അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഫാത്തിഹ പഠിച്ചാൽ, ഒരു നിസ്കാരം പഠിച്ചാൽ, മദ്രസക്ക് വേണ്ടി സിമന്റ് കൊടുത്തവർ രക്ഷപ്പെട്ടു പോയി.